യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഇന്ന് ശ്രവിക്കുവാനും സംസാരിപ്പാനും ദൈവം തന്നിരിക്കുന്ന വിലയേറിയ സമയത്തെ ഓർത്ത് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ആകാശമണ്ഡലങ്ങളിൽ വാഹനമേറി അതിവേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ സ്തുതിക്കുന്നു. മാന്യ പ്രേക്ഷകരെ, നമുക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ഒരുമിച്ച് പഠിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. യഹോവ നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാകണം. നന്ദിയോടെ സ്തോത്രം. ഈ സമയത്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് മനുഷ്യന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന യേശുക്രിസ്തുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുവൾ എലീശയോടെ നിലവിളിച്ചു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന എലീശായിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു ശിഷ്യൻ മരിച്ചുപോയി. ആ മരിച്ചുപോയ ശിഷ്യൻ്റെ ഭാര്യ ദൈവത്തിൻ്റെ ദാസനോട് നിലവിളിക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് നിലവിളി വരിക? സാധാരണയായിട്ട് നിസ്സഹായ അവസ്ഥയിൽ, ദുഃഖം സഹിക്കവയ്യാതെ, വേദന ആരോട് പറയുവാൻ തൊക്കണമില്ലാത്ത അവസ്ഥയിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് ദുഃഖം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം എന്താണ്? വിങ്ങിപ്പൊട്ടി ചില സമയങ്ങളിൽ നിലവിളിച്ചു പോകും. ചില ആളുകൾ ഹൃദയത്തിനകത്ത് തങ്ങളുടെ ദുഃഖവും ഭാരവും ഒക്കെയും അമർത്തി വെച്ചുകൊണ്ട് നടക്കും. എന്നാൽ ചില സമയങ്ങളിൽ നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആയിത്തീരും. നമുക്ക് തുടർന്ന് വായിക്കാം. നിൻ്റെ ദാസനായിരിക്കുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൾ ദൈവത്തിൻ്റെ ദാസനോട് പറയുകയാണ്, നിൻ്റെ ദാസനായിരിക്കുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറയുകയാണ്. എന്താണ് അതിന്? നിൻ്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. ഈ മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? അവൻ യഹോവ ഭക്തനായിരുന്നു, നിൻ്റെ ദാസനായിരുന്നു, ദൈവകൽപ്പന പ്രമാണിക്കുന്നതിനായിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നതിനായിരുന്നു. ഇന്നിതാ ഞങ്ങൾ ഏകരായിരിക്കുന്നു, ഞങ്ങൾ തനിച്ചായിരിക്കുന്നു എന്ന് അവൾ പറയുകയാണ്. നിനക്കറിയാമല്ലോ, കടം നൽകിയവർ ഇപ്പോൾ എൻ്റെ 2 പുത്രന്മാരെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ദൈവത്തിൻ്റെ ദാസൻ ജീവിച്ചിരുന്ന സമയങ്ങളിൽ കടമൊക്കെ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആ കടം വീട്ടുവാൻ കഴിയാതെയാണ് ഈ കർത്താവിൻ്റെ ദാസൻ മരിച്ചു പോയത്. എന്നാൽ കടക്കാർ വന്നതിന് ശേഷം പറയുകയാണ്, നീ കടം വാങ്ങിച്ച പണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇനി എങ്ങനെയാണ് ലഭിക്കുന്നത്, അതെപ്പോഴാണ് വീട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ ദിവസങ്ങളും അവധിയൊക്കെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴെന്താണ്? വളരെ കർശനമായ രീതിയിൽ അവർ വന്നിട്ട് പറയുകയാണ്, നിൻ്റെ 2 പുത്രന്മാരെ നീ ഞങ്ങൾക്ക് തരുവാനുള്ള പണത്തിന് പകരമായിട്ട് ഞങ്ങൾ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു പറയുകയാണ്. സ്നേഹിതരെ, ലോകത്തിൽ കടബാധ്യതകളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ എന്താണ്? കടബാധ്യത തക്ക സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടക്കാർ വന്ന് നമ്മളെ ബന്ധപ്പെടുത്തുക ഒരു സ്വാഭാവികമായിരിക്കുന്ന സംഭവമാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? കടഭാരത്തോടുകൂടി അഭിമാനം നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിൽ തനിക്കുണ്ടായിരുന്ന അവകാശമായിട്ട് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ തൊക്കണം കടക്കാർ വന്നിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയി, ഇനി തനിക്ക് ആരാണ്? അവൾ വളരെ ഭാരത്തോടായി, വളരെ പ്രയാസത്തോടായി. ഇതേപോലുള്ള അനുഭവം പ്രിയ സ്നേഹിത നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ട ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ എന്താണ്? ദൈവത്തിൻ്റെ പ്രവാചകൻ ചോദിക്കുകയാണ്,
ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശക്തനായിരിക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ശക്തനാണ്, ചെയ്യുവാൻ്റെ കൊണ്ട് കഴിവുള്ളവനാണ്, പ്രാപ്തിയുള്ളവനാണ്, സമ്പന്നനാണ്. നാം ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ പ്രവർത്തിപ്പാൻ്റെ കൊണ്ട് കഴിയുന്ന വ്യക്തിയാണ് ചോദിക്കുന്നത്. അവൾ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? അവളോട് ചോദിക്കുകയാണ്, നിൻ്റെ വീടിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവൾ പറയുകയാണ്, യജമാനനെ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറയുകയാണ്. എൻ്റെ വീട്ടിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ, വേറൊന്നും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പ്രവാചകന് വളരെ സന്തോഷമായി. പ്രവാചകന് വലിയ സന്തോഷമായി. ഇല്ലായ്മ സകലത്തെയും വിളിച്ചു വരുത്തിയവരായിരിക്കുന്ന യഹോവയായിരിക്കും ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുകയാണ്, നീ നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ അയൽക്കാരോടും ഭരണികൾ കടമായിട്ട് വാങ്ങാൻ പറയുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിനവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായി പോകരുത്. നീ ചെന്ന് എന്ത് ചെയ്യണം? നിൻ്റെ അയൽക്കാരോടെല്ലാം പറയുക, എനിക്ക് കുറച്ച് പാത്രം കടന്നു തരാൻ പറയുകയാണ്, കുറച്ച് ഭരണി കടന്നു തരാൻ പറയുകയാണ്, ഞാനത് മടക്കിത്തരാം. അവളപ്രകാരം വളരെ സന്തോഷം പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അതുപോലെ ചെയ്യുകയാണ്. ദൈവം നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നാം ചെയ്യുന്നുവെങ്കിൽ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇവിടെ എന്താണ് തുടർന്ന് വായിക്കുമ്പോഴെന്താണ്, അവൾ ഓടിച്ചെന്ന് എല്ലാ ആളുകളോടും പാത്രങ്ങളൊക്കെയും വാങ്ങി, അവൾ എന്താണ് അതൊക്കെയും വാങ്ങി അവളുടെ വീടിനകത്ത് കൊണ്ടുവന്ന് പ്രവാചകൻ പറയുകയാണ്, വീടിനകത്ത് നീ നിൻ്റെ 2 പുത്രന്മാരും കൂടെ ഭവനത്തിനകത്ത് കയറി വാതിലുകളെ അടച്ച് ഈ ഭരണിക്കകത്തേക്ക് എണ്ണ പകരുവാണ്ടൊക്കണം പറയുകയാണ്. സ്നേഹിത, ദൈവം നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആലോചന നാം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മറുതലിക്കാതെ നാം അത് അനുസരിക്കുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹം സുനിശ്ചിതമാണ്, നമുക്ക് അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും. ദൈവവചനപ്രകാരമാണ് പറയുന്നത്. ഇവിടെ എന്താണ്, 2 പുത്രന്മാരും ഈ സഹോദരിയും അവരൊരുമിച്ച് മുറിക്കകത്ത് കടന്ന് വാതിലടച്ച് ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ഓർത്തുകൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ എണ്ണ പകരുവാണ്ടൊക്കെ തുടങ്ങി. എണ്ണ കുറേശ്ശായിട്ട് പകരുകയാണ്. അത് വർദ്ധിച്ച് വരികയാണ്. ഈ എണ്ണ എന്താണ്, നീ വിട്ട് ഉപജീവനം കഴിപ്പാനൊക്കെ പറയുന്നു. 7-ാമത്തെ വാക്യം, അവൾ ചെന്ന് ദൈവ പുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടിയിട്ട് ശേഷിക്കുന്നതുകൊണ്ട് നീ പുത്രന്മാരും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. എത്ര ആശ്വാസകരമായിരിക്കുന്ന അനുഭവം. കടക്കാർ വന്നിന് പിടിച്ചു പോകാൻ പോവാണ്, കടക്കാരുടെ കടങ്ങൾ വീട്ടുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന, ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദര, നീ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കുന്നെങ്കിൽ യഹോവ പറയുകയാണ്, ആകാശത്തിലെ പക്ഷികളെ പറവുകളെ നോക്കുവിൻ, അവയെ ഞാൻ പുലർത്തുന്ന ദൈവമാണ്, എൻ്റെ സ്വരൂപത്തിൽ എൻ്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ച് നിന്നെ പുലർത്തുവാനൊക്കെ എനിക്ക് കഴിവെന്ന് പറയുകയാണ്. നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നീ എൻ്റെ അടുത്തേക്ക് കടന്നു വരിക. നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം, നിൻ്റെ വിഷമങ്ങൾ, നിൻ്റെ പ്രയാസങ്ങൾ, നിൻ്റെ ഇല്ലായ്മ നീ എന്നോട് പറയുവാൻ, ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയുവാൻ നീ താല്പര്യം കാണിക്കുന്നെങ്കിൽ പ്രിയ ശ്രോതാവേ, യഹോവയായിരിക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കേണ്ടൊക്കെ മതിയായ ദൈവമാണ്. ഈ ദൈവം എത്ര വലിയവനാണ്, ഈ ദൈവം എത്ര ശക്തനാണ്, ഈ ദൈവം നമുക്ക് മതിയായവനല്ലേ. അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം പറയുകയാണ്, ഈ ലോകത്തെ നിർമ്മിച്ച ദൈവം പറയുകയാണ്. ഒരു രാജാവ് പറയുകയല്ല, ഒരു പ്രധാനമന്ത്രി പറയുകയല്ല, മറ്റേതെങ്കിലും സമൂഹത്തിലുള്ള ഒരു പ്രഭു പറയല്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം പറയുകയാണ്, പ്രിയ പൈതലേ, നീ വേദനയോടെ, ദുഃഖത്തോടെ, പ്രയാസത്തോടെ കഴിയേണ്ടതില്ല, ഞാൻ നിന്നെ സഹായിക്കേണ്ടക്കണം മതിയായ ദൈവമാണ്. നിൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കുമെന്ന് പറയുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇന്ന് പകൽ, രാത്രിയിൽ 24 മണിക്കൂർ ഇറങ്ങുന്ന ഏത് സമയമാകട്ടെ, നിൻ്റെ ഏത് സമയത്തും നിന്നിലേക്ക് വന്ന് യഹോവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. അവൻ ശക്തനായിരിക്കും ദൈവമാണ്, അവൻ ബലവാനാണ്. നീ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യപ്രകാരം നാം വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ 37-ൻ്റെ അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും.
നാം മറ്റാരിലും ആശ്രയിക്കേണ്ട. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിൻ്റെ വഴി ഇന്ന് നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാണ്ടൊക്കണം താല്പര്യപ്പെടുന്നുവോ? അവൻ നിൻ്റെ ആശ്രയമായിരിക്കും, അവനത് നിർവഹിക്കും. നിൻ്റെ കാൽ വഴുതി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ലെന്ന് ദൈവം നമ്മോട് പറയുകയാണ്. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. കർത്താവേ, ഞാൻ സഞ്ചരിക്കുന്ന വഴി എനിക്ക് പ്രയാസമുള്ള വഴിയാണ്, ഞാൻ പ്രതികൂലത്തിൻ്റെ മധ്യം കൂടാണ് യാത്ര ചെയ്യുന്നത്. കർത്താവേ, നിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു, എന്നെ അവിടെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പറയുവാൻ കഴിയുമോ? 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആഗാർ തൻ്റെ പ്രിയപ്പെട്ട പൈതലുമായി ബേർശേബ മരുഭൂമിയിൽ കൂടെ അവൾ ഉഴന്ന് നടക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പൈതൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അത് ദാഹിച്ച് മരുഭൂമി അതിശക്തമായിരിക്കും ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ മണലാരണ്യത്തിൽ കൂടെ അവൾ അങ്ങനെ നടന്നു പോവുകയാണ്. മണലാരണ്യത്തിൻ്റെ പ്രത്യേകത എനിക്കറിയാം. ഞാനവിടെ ജോലി ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകത എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എത്ര ഭയങ്കരമാണ് അതിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ഒരു തണൽ വൃക്ഷമില്ല, തൊണ്ട വരലും ശരീരമൊക്കെയും പ്രയാസത്തിലായിത്തീരും. ഈ സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ട ബാലനുമായിട്ട് നടന്നു പോവുകയാണ്. അവളെങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല. അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവുമായിട്ട് അല്പം ആഹാരവുമായിട്ട് അവൾ നടക്കുകയാണ്. ബാലൻ കുഴഞ്ഞു നടന്ന് ക്ഷീണിച്ചു. ഒരടി മുന്നോട്ട് വയ്ക്കാൻ കൊണ്ട് കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും? ആ കുഞ്ഞ് തളർന്ന് ഒരു സ്ഥലത്ത് വീണു. ആ പ്രിയപ്പെട്ട മാതാവ് അവൾ നിലവിളിക്കുകയാണ്. നിസ്സഹായ അവസ്ഥയിലായിരുന്നുകൊണ്ട് അവൾ നിലവിളിക്കുകയാണ്, ദൈവമേ, എൻ്റെ കുഞ്ഞ് മരിക്കാണ്ടൊക്കെ പോവുകയാണ്, അവനൊരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലവിളിക്കാൻ തുടങ്ങി. ആ ബാലനും അതുപോലെ തന്നെ മരിക്കാൻ പോവുകയാണ്. അവനും നിലവിളിക്കാൻ തുടങ്ങി. അവൻ നിലവിളിച്ച് വല്ലാത്ത അവസ്ഥയിൽ ഈ സമയത്ത് സ്വർഗത്തിലെ ദൈവം അവൻ്റെ നിലവിളിക്ക് മറുപടിയായിട്ട് ഇറങ്ങി വരികയാണ്. പ്രിയ സഹോദര, നിൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് നിനക്കിനി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ആയിത്തീർന്ന് കഴിയുമ്പോൾ ദൈവം നിന്നോട് പറയുന്നു, നിന്നെ ശക്തനാക്കാൻ എനിക്ക് കഴിയും. നിൻ്റെ ഇല്ലായ്മയിൽ നിൻ്റെ സകല ബലവും നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കൊണ്ട് നീ നിലവിളിക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തോട് പറയുവാൻ തയ്യാറായാൽ, നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് മുഴങ്കാലുമടക്കി ദൈവത്തിലേക്ക് നോക്കുവാൻ നീ തയ്യാറായാൽ ദൈവം നിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ഇടപെടുന്ന ദൈവമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ബാലൻ നിലവിളിച്ചു. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ആഗാറേ, നീ എന്തിനാണ് കരയുന്നത്? അവൾക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ആഗാർ കരഞ്ഞു. അവൾക്ക് വലിയ സന്തോഷമായിട്ട് തോന്നി. അവൾ വളരെ ഹാപ്പിയാണ്. ദൈവം അവളോട് പറയുകയാണ്, ഒരമ്പിൻപാട് ദൂരെ ചെന്ന് നോക്കുക, അവിടെ ഇതാ നിനക്ക് വേണ്ടി, നിൻ്റെ പുത്രന് വേണ്ടി, നിനക്ക് വേണ്ടി ഇതാ ഒരു നീരുറവ മരുഭൂമിയിലെ യഹോവയായിരിക്കും ദൈവം നിനക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, അസാധ്യത്തെ സാധ്യമാക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം. നിസ്സഹായ അവസ്ഥയിൽ നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മരുഭൂമിയിൽ ഒരു നീരുറവ് ഉണ്ടാകുക അസാധ്യമാണ്. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥാനത്ത് ഒരു കിണറുണ്ടാകുക അസാധ്യമാണ്. പക്ഷേ സകലത്തെ നിർമ്മിച്ച ദൈവത്തിന് ഇതൊരു അസാധ്യമല്ല. നിൻ്റെ പ്രശ്നങ്ങളിൽ
അസാധ്യത്തെ സാധ്യമാക്കി തരുവാൻ കൊണ്ട് കഴിയുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കാം. ലോകം പറയും നിനക്കത് കഴിയത്തില്ല, നിനക്കത് സാധിക്കത്തില്ല, നിനക്കത് ചെയ്യുവാൻ കൊണ്ട് കഴിയത്തില്ല, നിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അടഞ്ഞു കഴിഞ്ഞുവെന്ന് ലോകം വിധി കഴിയുമ്പോൾ യഹോവയാർക്ക് ദൈവം പറയുകയാണ്, ഇല്ല, ഞാൻ നിന്നെ ചുമക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, നിൻ്റെ കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല, ഞാൻ അവനെ സഹായിക്കുന്നു. എത്ര നല്ലൊരു അനുഭവം. ആഗാർ എഴുന്നേറ്റ് ചെന്ന് തന്നെ പുത്രനെ കുടിപ്പിച്ചു, തൻ്റെ മകനെ കുടിപ്പിച്ചു. അവർ സന്തോഷത്തിലായി. പ്രിയ ദൈവത്തിന് ജനമേ, ഇന്ന് എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു എത്ര നല്ലവനാണ്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നല്ലവനാണ്, എത്ര മതിയായവനാണ്. ഇവനെപ്പോലൊരു ദൈവം ലോകത്തിലുണ്ടോ? ഈ യേശുവിനെ പോലെ താരതമ്യം ചെയ്യുവാണ്ടൊക്കണം ലോകത്തിൽ മറ്റൊരു ദൈവമില്ല. ഈ ദൈവമല്ലാതെ, ഈ ദൈവമല്ലാതെ, ഈ യേശുവല്ലാതെ, ഈ പരിശുദ്ധാത്മാവല്ലാതെ. പ്രിയ ദൈവത്തിന് ജനമേ, കർത്താവിൽ നമുക്ക് വിശ്വസിപ്പാനൊക്കെ കഴിയുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരമാണ്. ഇത് മറ്റൊരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങിയാണ്. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ലോകത്തിലെ അനേക ആളുകൾ ആവശ്യങ്ങളുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് പറയുകയാണ്, മകനെ, മകളെ, ഞാൻ നിന്നെ സഹായിക്കാൻ മതിയായവനാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുക. എത്ര സന്തോഷകരമായിരിക്കും അനുഭവം. നമുക്ക് വായിക്കാം. 2 കുരുടന്മാരുടെ അനുഭവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 29-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ നാം വായിക്കുന്നു. അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ട് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ചെയ്തുകൊണ്ട്, അനേക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, അനേക അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവനിങ്ങനെ സഞ്ചരിക്കുകയാണ്. അവൻ യെരിഹോവിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെ ജനം അവനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ 20-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ വഴിയരികെ ഇരുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. 2 കുരുടന്മാർ വഴിയരികെ ഇരിക്കുകയാണ്. അവർ യേശു കടന്നു പോകുന്നത് അവർ കേട്ടു. അവർ യേശുവിനെക്കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ട്. അവൻ സൗഖ്യദായകനാണ്. അവർക്ക് വളരെ സന്തോഷം തോന്നി. അതിൻ്റെ തുടർന്ന് വായിക്കുമ്പോൾ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. കടന്നു പോകുന്ന യേശുക്രിസ്തു, കടന്നു പോകുന്ന ജനക്കൂട്ടം, അവർ ചോദിച്ചു, എന്താണ് ജനക്കൂട്ടത്ത്, എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. എന്താണ് വലിയൊരു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേൾക്കുന്നു? അവർ ചോദിക്കുകയാണ്. 2 കുരുടന്മാർ, കണ്ണു കാണാൻ പാടില്ലാത്തവർ, അവർ വഴികരികെ ഇരിക്കുകയാണ്. ആളുകൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമെന്നുള്ള ആ പ്രതീക്ഷയിൽ, ആളുകൾ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതാ യേശുക്രിസ്തു അതുവഴി കടന്നു പോവുകയാണ്. അവരാളോട് അന്വേഷിച്ച് പറഞ്ഞു, യേശുവാണ് വരുന്നത്. യേശു കടന്നു പോകുന്നത് കണ്ടപ്പോൾ അവർ ഉറക്കെ വിളിക്കുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം വലുതാണ്. അവർ ഉറക്കെ വിളിക്കുകയാണ്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ മുന്നിൽ കൂടെ, നിൻ്റെ ഭവനത്തിൽ കൂടെ, നിൻ്റെ ഓഫീസിൽ കൂടെ, നിൻ്റെ ജീവിതത്തിന് മുന്നിൽ കൂടെ യേശുക്രിസ്തു ഇന്ന് പകൽ, യേശുക്രിസ്തു ഇന്ന് രാത്രിയിലോ ഏത് സമയത്തോ നിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന ഒരു യേശുവിനെ നിനക്ക് കാണുവാൻ കൊണ്ട് കഴിയുമോ? ആ യേശുവിനെ നോക്കിക്കൊണ്ട് നീ പറയണം, ദാവീദ് പുത്ര, യേശുവേ, നിനക്കെന്നോട് കരുണ തോന്നണമെന്ന് പറയാൻ കഴിയണം. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആളുകൾ വിളിച്ച് പറയുകയാണ്, മിണ്ടാതിരിക്കാൻ പറയുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? മിണ്ടാതിരിക്കാൻ പറയുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. യേശു കടന്നു പോകുകയാണ്. സൗഖ്യത്തിൻ്റെ സമയമാണ്, എൻ്റെ വിടുതലിൻ്റെ സമയമാണ്. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ഉറക്കെ വിളിക്കുന്നു, എൻ്റെ യേശു ആ ശബ്ദം കേട്ട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവം. പ്രിയ സ്നേഹിത, കടന്നു പോകുന്ന യേശുവിനോട് ഇന്ന് നിലവിളിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിൻ്റെ പ്രശ്നത്തിൽ അവൻ ഇടപെടുവാണ്ടൊക്കെ മതിയായ ദൈവമാണ്. എന്താണ് സംഭവിച്ചത്? അതിന് 32-ാമത്തെ വാക്യം
അവരുറക്കം നിലവിളിക്കുന്നു, ആളുകൾ അവരെ ശാസിക്കുന്നു, മിണ്ടാതിരിക്കാൻ പറയുന്നു. പക്ഷേ യേശുക്രിസ്തുവിന് നിൻ്റെ നിലവിളിയുടെ മുമ്പാകെ, നിൻ്റെ അപേക്ഷയുടെ മുമ്പാകെ അവൻ കണ്ണ് തിരിച്ച് നടന്നു പോകുന്ന ദൈവമല്ല. അവനവിടെ നിന്നു, യേശു അവിടെ നിന്നു. അതിന് 32-ാമത്തെ വാക്യം, യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ഓ, എത്ര ആശ്വാസകരമായിരിക്കുന്ന വാക്ക്, എത്ര സന്തോഷകരമായിരിക്കുന്ന വാക്ക്, എത്ര സമാധാനം തരുന്ന വാക്ക്. 2 കുരുടന്മാർ നാളുകളായിട്ട്, അല്ലെങ്കിൽ അവരുടെ ജന്മം മുതൽ കണ്ണു കാണുവാനൊക്കെ കഴിയാത്ത അവസ്ഥയിൽ, ഈ ലോകത്തെ ഒന്ന് കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ, ഈ മനുഷ്യരെ ഒന്ന് കാണുവാനൊക്കെ കഴിയാത്ത അവസ്ഥയിൽ, യഹോവയായിരിക്കും ദൈവം നിർമ്മിച്ച, യേശുക്രിസ്തു നിർമ്മിച്ച ഈ ഭൂമിയുടെ സൗന്ദര്യമൊന്ന് ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന ഇവർ എന്താണ്, അവരുടെ ജീവിതത്തിന്മേൽ, അവരുടെ പ്രശ്നത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ആർക്കും പ്രവർത്തിക്കാനൊക്കെ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യരെല്ലാം അവരോട് പറയുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അവന് ചെയ്യുവാനൊക്കെ കഴിയും. കാരണം എന്താണ്? അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്, അവൻ നമ്മെ മെനഞ്ഞവനാണ്. തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ അവൻ നമ്മെ മെനഞ്ഞു. മാത്രമല്ല, അവൻ്റെ ജീവശ്വാസം നമ്മുടെ മേൽ ഊതി നമ്മൾ ജീവിക്കാനൊക്കെ ശക്തരാക്കി മാറ്റിയ ദൈവത്തിനറിയാം നിന്നെ പുനഃസൃഷ്ടിക്കാനൊക്കെ കഴിയാം. 14-ാമത്തെ വാക്യപ്രകാരം വായിക്കുന്നു, യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണിൽ തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. അവൻ അവരെ അനുഗ്രഹിച്ചു. യേശു ക്രിസ്തു അവരുടെ കണ്ണിൽ തൊട്ടു. പ്രിയ സ്നേഹിത, യേശു ഇന്ന് നിന്നെ തൊടുവാണ്ടൊക്കെ ആഗ്രഹിക്കുന്നു. നാളുകളായിട്ട് നീ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ട് നടന്ന ഭാരത്തിന്മേൽ, നിൻ്റെ കടബാധ്യതയിൽ, നിൻ്റെ ശാരീരികമായിരിക്കുന്ന ക്ഷീണത്തിന്മേൽ, നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് പോരാടുന്ന ദുഷ്ടശക്തിക്കെതിരായിട്ട്, നിൻ്റെ ഭവനത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമാധാനമില്ലായ്മയ്ക്കെതിരായി നീ ഏത് വിഷയത്തിനാണ് ഭാരപ്പെടുന്നത്? നിൻ്റെ ഓഫീസിൽ നിനക്ക് ശരിയായിട്ട് ജോലി ചെയ്യാൻ തൊക്കെ കഴിയാതെ ഓർമ്മക്കുറവുകളും ശാരീരിക ക്ഷീണങ്ങളും ശരിയായി ജോലി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥകളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന യേശുവിനെ നോക്കുവാൻ താല്പര്യം കാണിക്കുമോ? നിങ്ങൾ യേശുവിനോട് സംസാരിപ്പാനൊക്കെ താല്പര്യം കാണിക്കുമോ? യേശു പറയുകയാണ്, മകനെ, മകളെ, ഞാൻ നിന്നെ ഒന്ന് സഹായിക്കട്ടെ, ഞാൻ നിൻ്റെ ജീവിതത്തിന്മേലൊന്ന് ഇടപെടട്ടെ, നിൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ നീ എന്നെ ഒന്ന് അനുവദിക്കുമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ള സകല മനുഷ്യരെയും, അവനൊരു പ്രത്യേകതയില്ല, അവനൊരു ജാതി വ്യത്യാസമില്ല, അവനൊരു നിറവ്യത്യാസമില്ല, അവനൊരു രാഷ്ട്ര നിലയിൽ ഒരു സെപ്പറേഷനില്ല. സഹോദരന്മാരെന്നോ സഹോദരിമാരെന്നോ കുഞ്ഞുങ്ങളെന്നോ വൃദ്ധന്മാരെന്നോ യൗവനക്കാരെന്നോ കർത്താവിന് ഒരു വ്യത്യാസമില്ല. അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ? എലീശായുടെ ശിഷ്യൻ മരിച്ചുപോയി. അവൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആശ്രയിച്ചു. കർത്താവ് പ്രവർത്തിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സ്നേഹനിധിയായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കടക്കാർ തൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഭാരത്തോടുകൂടി പ്രാർത്ഥിച്ച നിൻ്റെ മകളുടെ വിഷയത്തിൽ പ്രവർത്തിച്ചു. 2 കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത ദൈവമേ, നീർന്ന പ്രസംഗമായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, നീ അവരുടെ വിഷയങ്ങൾ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമറിയണം. കരുണയുള്ള ദൈവമേ, ആമേൻ.